ഹലോ, ഷാന്യ വ്ലോഗ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിതാ ഈ രാത്രി എങ്ങോട്ടാണ് പോണേന്ന് വെച്ചാൽ നമ്മുടെ മീയക്കുട്ടിക്കായിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. അപ്പം എന്തായാലും നാളത്തേക്ക് മാറ്റി വെക്കേണ്ട സാധനമല്ല, ഇന്ന് തന്നെ വാങ്ങിയാലേ നാളത്തേക്ക് കാര്യങ്ങൾക്കായിട്ട് എടുക്കാൻ പറ്റുള്ളൂ. അപ്പം ഞങ്ങൾ കുറേ തമാശകളും വർത്താനമൊക്കെ പറഞ്ഞിട്ടാണ് ഈ പോകുന്നത്. എന്തായാലും വഴിയിലൊക്കെ ആണെങ്കിൽ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം എന്തെന്ന് വെച്ചാൽ ജോലിയും കഴിഞ്ഞ് വരുന്ന സമയമായതുകൊണ്ട് തന്നെ നല്ല തിരക്കുകൾ അനുഭവപ്പെട്ടു. നമ്മളിപ്പോൾ പോകുന്നത് ചേർത്തല ചെങ്ങണ്ടയിലെ സമൃദ്ധി ഹൈപ്പർ മാർക്കറ്റിലേക്കാണ് പോകുന്നത്. അവിടെ എന്ന് വെച്ചാൽ ഇതൊരു പുതിയതായിട്ട് ഓപ്പൺ ചെയ്ത ഹൈപ്പർ മാർക്കറ്റ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും ഒരു പുതിയൊരു ഹൈപ്പർ മാർക്കറ്റിൽ പോകാനൊരു സന്തോഷം കൂടിയുണ്ട്. നമ്മളിത് എപ്പോൾ ചെന്നാലും ഈ പയ്യൻ നല്ല ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്നൊരു പയ്യനാണ്. ഞാൻ ഇന്ന് വന്നതുകൊണ്ട് മാത്രം പറയുന്നില്ല, ഞങ്ങളിത് 2-3 തവണ ചെന്നപ്പോഴും ഈ ഒരു ആവേശത്തിലൂടെ തന്നെയാണ് അവൻ്റെ ജോലികൾ ചെയ്യുന്നത്. ഞങ്ങൾക്ക് പക്ഷേ ഈ പോകുമ്പോഴേക്കും ഒരു പ്ലാനിങ്ങും ഇല്ലാണ്ടാണ് കേട്ടോ പോകുന്നത്. എന്തെടുക്കണം എടുക്കേണ്ടാത്തതൊന്നും അറിയില്ല. കാര്യം എന്ന് വെച്ചാൽ എവിടെ പോയാലും ഞങ്ങളൊരു ലിസ്റ്റും കൊണ്ടാണ് പോകുന്നത്. മുൻകൂറെ തയ്യാറാക്കിയ ഒരു ലിസ്റ്റ് ഞങ്ങളുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാവും. പക്ഷേ അതൊന്നുമില്ല. കാര്യം ഇത് മീയക്കുട്ടിക്ക് വേണ്ടി മാത്രം കുറച്ച് സാധനങ്ങൾ എടുത്താൽ മാത്രം മതി. പക്ഷെ എങ്കിൽ പോലും ഞാൻ എനിക്ക് വേണ്ടി കുറച്ച് സാധനങ്ങൾ നോക്കുന്നുണ്ട്. പക്ഷെ അതിനൊന്നും മീയക്കുട്ടി അനുവദിക്കുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ആൾക്ക് ഇച്ചിരി പനിയുള്ളത് കൊണ്ട് തന്നെ പുള്ളി കരച്ചിലായിരുന്നു. നമ്മൾ കുറച്ച് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്, ഫ്രൂട്ട്സും കാര്യങ്ങളും എടുത്തു. ഞാൻ അവിടെ നിന്ന് ഓരോ കോപ്രായങ്ങൾ കാണിക്കുന്നുണ്ട്. കാര്യം അവിടെ കരച്ചിൽ മാറ്റാനായിട്ട് അവിടെ ഇരിക്കുന്ന ക്യാരറ്റും ബീട്രൂട്ടൊക്കെ എടുത്ത് ഞാൻ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. എന്നിട്ടൊന്നും ഒരു രക്ഷയില്ല. പുള്ളിയുടേതായ രീതിയിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും എനിക്ക് വേണ്ടി ഒന്നും ഞാൻ എടുത്തില്ല. നോക്കാനുള്ളൊരു സമയം കിട്ടിയില്ലെന്ന് തന്നെ പറയാം. ഞാൻ എവിടെ ചെന്നാലും ഇവളുടെ പേര് പറഞ്ഞ് ചെന്നാലും എനിക്കായിട്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ടേ ഒരു കടയിൽ നിന്ന് ഇറങ്ങാറുള്ളൂ. ഇല്ലെങ്കിൽ എനിക്ക് മനസ്സിന് ഭയങ്കര വിഷമം തന്നെ ആയിരിക്കും. പിന്നെ ആ ചിന്തയിലായിരിക്കും ഞാൻ കിടന്നുറങ്ങുന്ന അന്നത്തെ രാത്രി തന്നെ. ഇപ്പം ഞാൻ എന്നാലും എനിക്കായിട്ട് ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ കണ്ടു. അവിടെ നിന്ന് 2 ഐസ്ക്രീം പൊക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് കിറ്റ്കാറ്റും മഞ്ചും പിന്നെ ലേസൊക്കെ ഞാൻ നോക്കി. അതെങ്കിലും ഇല്ലാണ്ട് പോണത് മോശമല്ലേ എന്ന് ഓർത്ത് അതൊക്കെ എടുത്ത് ഞങ്ങൾ എന്തായാലും ഈ കടയിൽ നിന്ന് ഇറങ്ങാൻ പോവാണ്. കുറച്ച് കാര്യങ്ങൾ മാത്രം ഇറങ്ങി ഞങ്ങളിത് മുന്നേ പോവാണ്. മുന്നേ സാധനങ്ങൾ നേരത്തെ കാറിൽ കൊണ്ട് വെച്ചത് കൊണ്ട് എനിക്ക് മീയക്കുട്ടിയായിട്ട് പോരേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇന്നത്തെ ഷോപ്പിംഗ് കഴിഞ്ഞ് ടാറ്റാ ബൈ ബൈ.